ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം ആ യാത്രയിൽ എത്രത്തോളം സ്ഥലങ്ങൾ നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കുമെന്നതാണ്. അതിനാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ കാണാനാണ് നമ്മളിൽ പലരും ഇഷ്ടപ്പെടാറുള്ളത്. എന്നാൽ അത്തരത്തിൽ ഒട്ടും സമയം കളയാതെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു രാജ്യം തന്നെ മുഴുവനായും കണ്ടു തീർക്കാൻ സാധിക്കുമെങ്കിലോ? കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കാത്ത കാര്യമല്ലേ എന്ന് തോന്നിയേക്കാം. എന്നാൽ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയുന്ന ചില കുഞ്ഞൻ രാജ്യങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായ ലിച്ചൻസ്റ്റൈൻ അത്തരത്തിലൊരു രാജ്യമാണ്. ചെറുതും മനോഹരമായ ഭൂപ്രകൃതിയുമുള്ള ഒരു രാജ്യമാണിത്. ഈ രാജ്യത്തിൽ ജനസംഖ്യ വളരെ കുറവായതുകൊണ്ട് ശാന്തമായ ഒരു അന്തരീക്ഷം സഞ്ചാരികൾക്ക് അനുഭവപ്പെടും. യൂറോപ്പിലെ 4ാമത്തെ ഏറ്റവും ചെറിയ രാജ്യം കൂടിയാണ് ലിച്ചൻസ്റ്റൈൻ. കടബാധ്യതയില്ലാത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇതൊരു പർവ്വത പ്രദേശമാണെങ്കിലും ഇവിടുത്തെ കാലാവസ്ഥ വളരെ ശാന്തമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയാണ് അടുത്ത രാജ്യം. സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനാ കേന്ദ്രം കൂടിയാണ് വത്തിക്കാൻ സിറ്റി. ആത്മീയതയ്ക്ക് പുറമെ രാജ്യത്തിന്റെ കലയ്ക്കും ചരിത്രത്തിനും വരെ വലിയ പ്രാധാന്യവുമുണ്ട്. ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും പുണ്യമായ സ്ഥലമായാണ് വത്തിക്കാനെ കാണുന്നത്. വടക്കൻ മധ്യ ഇറ്റലിയാൽ ചുറ്റപ്പെട്ട ഒരു പർവ്വത പ്രദേശമാണ് സാൻ മറീനോ. ലോകത്തെ ഏറ്റവും ചെറിയ 5ാമത്തെ രാജ്യം കൂടിയാണ് സാൻ മറീനോ. 2025 കണക്കുകൾ പ്രകാരം 35,000-ലധികം ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഇറ്റാലിയനാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ. ഊർജ്ജസ്വലമായ തെരുവുകളും മെഡിറ്ററേനിയൻ കാഴ്ചകൾ കൊണ്ടും സമ്പന്നമായ ചെറിയൊരു രാജ്യമാണ് മൊണാക്കോ. ആഡംബരവും സാഹസികതയും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മൊണാക്കോ. 39,000-നടുത്ത് മാത്രം ജനസംഖ്യയുള്ള ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ 2ാമത്തെ സ്വതന്ത്ര രാജ്യമാണ്. ടൂറിസമാണ് രാജ്യത്തിന്റെ പ്രധാന വരുമാനങ്ങളിൽ ഒന്ന് എന്നതും ശ്രദ്ധേയമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ 11ാമത്തെ ചെറിയ രാജ്യവും യൂറോപ്പിലെ 6ാമത്തെ ചെറിയ രാജ്യം കൂടിയാണ് അൻഡോറ. ഫ്രാൻസിനും സ്പെയിനിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം മനോഹരമായ പർവ്വതങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവ കൊണ്ട് ലോക സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും കുറവ് തൊഴിലില്ലായ്മ നിരക്കുള്ള രാജ്യം കൂടിയാണ് അൻഡോറ.